ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഫസിൽ സാറാണ്. മക്കളെ, നമ്മുടെ എക്സാമിനേഷൻ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു. അത് എങ്ങനെ ഉണ്ടായിരുന്നു ഫസിൽ സാർ? എന്താ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? മൊത്തത്തിൽ ഇപ്പോ ചില കുട്ടികൾക്ക് എന്താണ് പരീക്ഷ അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ചില കുട്ടികൾക്ക് നല്ല ടഫ് ആയിരുന്നു. പക്ഷെ ചില കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്, സൂപ്പർ ആക്കിയിട്ടുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ആവറേജ്, എന്താ നമ്മൾ പണ്ടുണ്ടല്ലോ എക്സാം കുഴപ്പമില്ലാത്ത ടീം ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാന്ന് ഈ ഒരു പ്രാവശ്യത്തെ പരീക്ഷ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു. അപ്പൊ ഈ കുഴപ്പമില്ലാത്ത ടീം എപ്പോഴും പറയുന്ന ഒരു വാക്ക് എന്താണെന്നറിയോ? സാറേ കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നന്നാക്കാം. ഇതേ വാക്കാണ് ഇവര് ഏതിലും പറഞ്ഞത്. ഓണം എക്സാം ആയ സമയത്തും പറഞ്ഞേ, ഇപ്പൊ ഇതാ ക്രിസ്മസ് എക്സാം ആണ് അവിടെയും പറഞ്ഞേ. ഇനി നമ്മുടെ മുമ്പിൽ ഏത് എക്സാം വരുന്നത്? എന്റെ ഒരു ബ്രദർ ഉണ്ട്, കസിൻ ബ്രദർ. അവനോട് ഞാൻ ചോദിച്ചു, അവൻ 10ാം ക്ലാസ്സിലാണ്, എന്താ പാടെന്ന് വെച്ചു. അപ്പൊ അവൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലം എനിക്ക് ആ ഒരു ബോധമൊന്നുമില്ല. ഇപ്പോഴാണ് ആ ഒരു ബോധം വന്നത്. കാരണം എന്താണ്, ഇപ്പൊ ചില എക്സാമ്പിളൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻ പാറ്റേൺ ഇപ്പൊ ഇനി പഠിക്കണം, പ്രശ്നമാണ്, ഗുരുതരമാണ്, സീനാണ് എന്നൊക്കെയുള്ള ഒരു സാധനം ഇപ്പൊ മൈൻഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെയും കുറെ പിള്ളേരുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ബോധം വന്ന കുറെ ആളുകളാണ്. പക്ഷെ ഈ ഒരു ബോധം നമുക്ക് എല്ലാ പ്രാവശ്യം എപ്പോഴും വരുന്ന ഒരു സാധനമാണെന്നുള്ളതൊക്കെ സത്യം. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്താ അറിയോ? നമ്മൾ എപ്പോഴും പറയും അടുത്ത എക്സാമിന് നന്നാക്കാം, അടുത്ത എക്സാമിന് നന്നാക്കാം. ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന ഒരേ ഒരു എക്സാം എന്ന് പറയുന്നത് മെയിൻ എക്സാം, പബ്ലിക് എക്സാം ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ SLC ആണ്, അല്ലെങ്കിൽ 8 ആണ്, 9 ആണ്, നമ്മുടെ ആനുവൽ എക്സാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നന്നാക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല ഉപകാരം ഉണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സമയത്തേക്ക് കൃത്യമായിട്ട് ഇപ്പോ മുതൽ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച്. യെസ്, എക്സാക്ട്ലി. ചില കുട്ടികൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, ഇനി തുടങ്ങിയാൽ കാര്യമുണ്ടോ സാർ? ഇനി തുടങ്ങിയാൽ എല്ലാം പഠിച്ചു തീരോ? അല്ല, ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് ഇല്ലേ, ഭയങ്കര പ്രശ്നമില്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് കൺസേൺ ഉണ്ടാവും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യില്ല, ഇവിടെ പ്രശ്നമില്ല. എൻഡ് ഗെയിം ബാച്ചിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സുകൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അതിനെന്തെങ്കിലും ഈസി ആക്കിയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്തിരും. കൂടാതെ തന്നെ മോഡൽ എക്സാമിനേഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പാറ്റേണുകൾ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു പോയിന്റ് ആണ്. കാരണം ഇപ്പൊ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. കാരണം ഈ വർഷമാണ് പുസ്തകം മാറിയത്. ഇനി 9ാം ക്ലാസ്സിലെ പിള്ളേരാണെങ്കിൽ ആ ഒരു വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ. ഞങ്ങളുടെ സോഷ്യലിന്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. വാട്ട് ബൈ എന്ന് പറഞ്ഞ വാക്കന്നെ എടുത്ത് അതായത് പരമ്പരാഗതമായുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. കുറച്ചൊരു വൈൽഡ് ആയിട്ടുള്ള നമ്മളെ തന്നെ കറക്കി പിടിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റിലേക്ക് പഠിച്ചാൽ മാത്രം. ഇപ്പൊ ബയോളജിയിലും എന്ത് ചെയ്യണം? ആ വലിയ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. സോ മക്കളെ, നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. നമ്മളെന്ത് ചെയ്തു? ഈ ഒരു വെക്കേഷൻ നമ്മൾ ആലോചിക്കുകയാണ്. വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ 2026 സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മൾ പുതിയ തീരുമാനം എടുത്തിട്ടെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കണം. വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തോട്ടെ. വെക്കേഷൻ പൊളിച്ച് മിന്നിക്കട്ടെ, തൂഫാനാക്കട്ടെ. നമ്മുടെ ക്ലാസ്സും 1ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, കറക്റ്റ് പോയി. സോ മക്കളെ, കൃത്യമായിട്ട് പറയാം, എൻഡ് ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ ന്യൂ ഇയറിന്റെ 15% ഓഫറോട് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പൊ ഒരു വേറെ ടീം ചിന്തിക്കുന്ന എന്തായാലും ന്യൂ ഇയർ അല്ലേ, അത് കഴിഞ്ഞിട്ട് നന്നാവും. 2026 പക്ഷെ അപ്പോഴേക്ക് ഏത് കഴിയും? എൻഗേജ്മെന്റ് ഓഫർ കഴിയും. അതൊരു പ്രശ്നമുണ്ടോ? നിങ്ങൾ നന്നാവല് 2026 തുടങ്ങിയിട്ട് നന്നായിക്കോളൂ. പക്ഷെ ഇതിന്റെ മുമ്പ് എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓഫർ പോയി പോകും. അതൊരു പ്രശ്നമാണ്. സോ എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ മുമ്പിലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. സെറ്റ് ആക്കിയിട്ട് നമുക്ക് പഠിക്കാടാ. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി അഡ്വാൻസ് ന്യൂ ഇയർ.